സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. 1.5 മാസത്തിനിടെ 15 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. നിരവധി പേരാണ് ആശുപത്രിയിൽ കഴിയുന്നത്. രോഗവ്യാപനം തടയാനും ഉറവിടം കണ്ടെത്താനും ആരോഗ്യവകുപ്പിന് സാധിക്കുന്നില്ലെന്ന വിമർശനം ശക്തമാവുകയാണ്. 1.5 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 15 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. 100-ലധികം പേർക്കാണ് ഇതിനകം രോഗം സ്ഥിരീകരിച്ചത്. 11 ദിവസത്തിനിടെ 4 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 48-കാരന്റെ മരണമാണ് ഒടുവിലെത്തിയത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് രോഗബാധിതർ കൂടുതൽ. മലപ്പുറത്ത് മാത്രം 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 22 പേർ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. കുട്ടികൾക്കും രോഗം ബാധിച്ചത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനും കണ്ണൂർ സ്വദേശികളായ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സ്ഥിതി സങ്കീർണമാകാൻ കാരണം ആരോഗ്യവകുപ്പിന്റെ നിസ്സംഗതയാണെന്ന വിമർശനമാണ് ശക്തമാകുന്നത്. പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും രോഗ ഉറവിടം കണ്ടെത്താനാകാത്തത് വെല്ലുവിളി ഉയർത്തുകയാണ്. വലിയ വീഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പ്രധാന വിമർശനം. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയാണ് സ്ഥിതി സങ്കീർണമാക്കിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇനിയെങ്കിലും സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, തിരുവനന്തപുരം.